നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADM നവീൻ ബാബു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നും മറ്റൊരു ഏജൻസിയെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നുമുള്ള ആവശ്യം തുടക്കം മുതൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബം മാത്രമായിരുന്നു, മഞ്ജുഷ മാത്രമായിരുന്നു. അല്ലാതെ നവീൻ ബാബുവിന് വേണ്ടിയെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുന്ന പത്തനംതിട്ടയിലെ പോലും CPM പ്രവർത്തകർ ഈ ഒരു ആവശ്യത്തോട് അനുകൂലമായ രീതിയിലുള്ള നീക്കങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ഘടിപ്പിക്കാമായിരുന്നു, മറ്റു നേതാക്കളെ അനുനയിപ്പിക്കാമായിരുന്നു. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്ന് പറയുന്നതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല. ഇരയ്ക്കൊപ്പം ഒരു തലത്തിൽ പോലും CPM നേതാക്കൾ അനുകമ്പ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ നേതൃമാറ്റം അത് വലിയ തോതിൽ തന്നെ CPMനെ വേട്ടയാടിയതിനുള്ള പരിണിത ഫലമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇനിയിപ്പോൾ നേതൃനിരയിലേക്ക് ആര് തന്നെ വന്നാലും നവീൻ ബാബുവിന് നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഏവരും വിശ്വസിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള KP ഉദയഭാനു തുടക്കം മുതൽ ഈ നിമിഷം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിനു മുൻപും പല വിഷയങ്ങളിൽ വിവാദങ്ങളിലൊക്കെ തന്നെ വലിച്ചിഴക്കപ്പെട്ട KP ഉദയഭാനു പറയുന്നത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പാർട്ടി നിലപാടിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. പാർട്ടി നിലപാടെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് തന്നെ ആയിരിക്കുമോ പത്തനംതിട്ടയ്ക്കുള്ളതും എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതാണ്. സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ പറയുന്ന നിലപാട് മലയാളികൾക്ക് നന്നായി തന്നെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമളയുടെ നിലപാടും വളരെ നന്നായി ഏവർക്കും അറിയാവുന്നതാണ്. ഇതേ നിലപാട് വെച്ച് പുലർത്തുന്ന ഉദയഭാനുവും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി നിലപാടിൽ പഴയ ജില്ലാ കമ്മിറ്റി പുതിയ ജില്ലാ കമ്മിറ്റി എന്നൊന്നും തന്നെ ഇല്ല, തങ്ങളെടുത്ത നിലപാട് അതുപോലെ തന്നെ പുതിയ നേതൃത്വം തുടരുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു, നിലപാട് മാറ്റി പറയാൻ ഇത് കോൺഗ്രസ് അല്ല എന്നും ഉദയഭാനുവിൻ്റെ വിരോചിതമായ പ്രതികരണം. വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട LDF പിടിച്ചെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നേതൃമാറ്റത്തിനുള്ള തീരുമാനം പുറത്തു വന്നു. തൊട്ടുപിറകെ തന്നെയാണ് KP ഉദയഭാനു ഇങ്ങനെ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നൽകുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രാജു എബ്രഹാമിനെ CPIM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുകൂടാതെ ജില്ലാ കമ്മിറ്റിയുടെ പാനലിലേക്ക് 6 പേരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. DYFI ജില്ലാ സെക്രട്ടറി B നിസാം, ഇരുവിപേരൂർ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള TK സുരേഷ് കുമാർ എന്നിവരൊക്കെ തന്നെയാണ് ഈ പാനലിൽ പുതുതായി ഇടം നേടിയിട്ടുള്ളത്. നവീൻ ബാബുവിനൊപ്പമാണെന്നുള്ള നിലപാട് നേരത്തെ മുതൽക്കേ തന്നെ CPM ആവർത്തിച്ച് പറയുന്നു. ഒരുപക്ഷെ നിങ്ങളാരും മറന്നു പോകരുത് എന്ന് കരുതിയിട്ടായിരിക്കാം തുടക്കം മുതൽ ഇങ്ങനെ തന്നെ പറയുന്നത്. എന്നിരുന്നാലും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് അനുകൂലമായ നിലപാട് പാർട്ടി സ്വീകരിച്ചത് ഏവരും കണ്ടതാണ്. വിമർശനങ്ങൾ കടുത്ത സാഹചര്യത്തിലാണ് PP ദിവ്യയെ തള്ളിപ്പറയാൻ പോലും ഒരു ഘട്ടത്തിൽ പാർട്ടി തയ്യാറായത്. പാർട്ടി ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്നും പുറത്താക്കേണ്ട ഒരു ഗതികേടും അങ്ങനെ പാർട്ടിക്ക് ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. PP ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിലെ അപാകതകൾ, അതൃപ്തി ഇതൊക്കെ തന്നെ കോടതിയിൽ വാദത്തിൽ പ്രകടിപ്പിച്ചതായിരുന്നു. അന്വേഷണത്തിന് തുടക്കം മുതലുള്ള പാളിച്ച അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ബോധ്യത്തിൽ നിന്നാണ് CBI തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബം ഹൈക്കോടതിയെ അറിയിച്ചത്. ജനുവരി 6 വരെ ഹൈക്കോടതി അവധിയാണ്. വാദം കേട്ടു. ഇനി ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മതിയായ തെളിവുണ്ടാകുമോ എന്ന സംശയവും തുടക്കം മുതൽ തന്നെ കുടുംബം പങ്കുവച്ചിരുന്നു. കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഈ ആശങ്കയും പങ്കുവച്ചിരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുവെന്ന കണക്കുകൂട്ടൽ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതൊക്കെ തന്നെ താളം തെറ്റി. തങ്ങൾ കരുതിയതുപോലെയല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞപ്പോൾ തനി സ്വഭാവം പുറത്തു വന്നുവെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കുടുംബം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ഒരു അപേക്ഷ നൽകി. അത് തീർപ്പായിട്ടുണ്ട്. കുടുംബം ആവശ്യപ്പെട്ടതൊക്കെ പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തീർപ്പാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരുന്നുവെന്ന് പോലീസും റിപ്പോർട്ട് കൊടുത്തു. നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന കേസ് അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും നിരാകരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് തെളിവ് സംരക്ഷിക്കണമെന്ന ആവശ്യം കുടുംബം തന്നെ മുന്നോട്ട് വെച്ചത്. CCTV ദൃശ്യങ്ങൾ, കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഈ ഹർജിയിൽ നടന്ന വാദത്തിൽ മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത അങ്ങനെയാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ എടുത്തു പറഞ്ഞത്. ഒട്ടും തന്നെ തൃപ്തികരമല്ലാത്ത അന്വേഷണം, അതുകൊണ്ട് തെളിവ് നശിപ്പിക്കാതെ നിലവിലുള്ള തെളിവുകൾ അനുസരിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ ഉറപ്പായും പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് മഞ്ജുഷ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.